പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുതിയ നിയമ യാഗത്തിന്റെ പ്രത്യേകതയുണ്ട്. ഒന്ന്, അത് ബുദ്ധിയുള്ള ഒരു യാഗമായിരിക്കും, ആരാധനയായിരിക്കും. രണ്ട്, അത് ജീവനുള്ള ആരാധനയായിരിക്കും. മൂന്ന്, വിശുദ്ധിയുള്ള ആരാധനയായിരിക്കും. നാല്, ശരീരങ്ങളെയാണ് അർപ്പിക്കേണ്ടത്. അഞ്ച്, ഈ യാഗം ദേഹം, ദേഹി, ആത്മാവിന്റെ സമ്പൂർണ്ണ സമർപ്പണമായിരിക്കും. ഇങ്ങനെ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതം, ആരാധനയും ജീവിതവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നതായി കാണാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ആരാധിക്കും, ജീവിതം വേറൊരു വഴിക്ക് ഇറങ്ങിക്കഴിയുമ്പം പോകും. ഇത് തമ്മിൽ പൊരുത്തമില്ലാതെ പോകും. കർത്താവ് പറയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. ഇത് ഒരു മർമ്മോ പ്രിയമുള്ളവരെ? ആരാധിക്കുന്ന മനുഷ്യൻ ആരാധിക്കുന്നത് പോലെ ജീവിക്കാനുള്ള ഒരു വിളിയും കൂടെ ദൈവം തന്നിട്ടുണ്ട്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ അറിയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കർത്താവിന് ഏറ്റവും പ്രസാദമുള്ളതായി തീരാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവിക ആരാധനയാണ് നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരേണ്ടത്. കർത്താവേ കർത്താവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിളിക്കുമ്പോൾ നമ്മുടെ വിളിയിൽ ആ മഹത്വം വെളിപ്പെടാൻ ഇടവരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ലോകം എന്നതിന് ഗ്രീക്കിൽ എയോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് യുഗം എന്ന അർത്ഥമുണ്ട്. ദൈവത്തെ പുറന്തള്ളുകയും ആത്മീയ മൂല്യങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന യുഗം അല്ലെങ്കിൽ കാലഘട്ടം, ഇതുമായിട്ടാണ് ദൈവമക്കൾ താതാത്മ്യം പ്രാപിക്കാൻ പാടില്ലാത്തത്. ഇവിടെയാണ് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുന്നു. എങ്ങനെയാണ് മനസ്സിനെ പുതുക്കുന്നത്? പുതുക്കം പ്രാപിക്കുന്ന മനസ്സ്, അത് നിക്കോദേമോസിനോട് യേശു പറഞ്ഞതാ. യഹൂദ പ്രമാണിയായിരുന്നു, ന്യായപ്രമാണങ്ങളെല്ലാം അറിയാവുന്നവനായിരുന്നു. യേശു കർത്താവ് പറഞ്ഞു, നീ പുതിയതായി ജനിക്കുന്നില്ലെങ്കിൽ, ആ വാക്ക് അങ്ങനെയാണ്, നീ പുതുക്കം പ്രാപിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റിയല്ല? സ്വർഗരാജ്യം കാണാൻ കഴിയില്ല. രണ്ടാമതായി, നീ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നീ കടക്കാൻ നിനക്ക് കഴിയില്ല. ഒന്ന്, നീ പുതിയതായി ജനിച്ച് സ്വർഗരാജ്യത്തിൽ കാണാനുള്ള ഒരു ഭാഗ്യമല്ല, കടന്നു പോകാനുള്ള ഒരു ഭാഗ്യം കൂടി കർത്താവ് തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഭാഗ്യം കിട്ടാതെ ആണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, വെള്ളത്തിൽ സാക്ഷാൽ കർത്താവ് യേശു ജോർദാനിൽ മുങ്ങിയതുപോലെ നമ്മൾ വിശ്വാസത്തോടു കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു കർത്താവ് ചെയ്തതുപോലെ നമുക്കും വെള്ളത്തിൽ ഇറങ്ങണ്ടേ, വെള്ളത്തിൽ മുങ്ങണ്ടേ? നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മളെ പിടിച്ച് സ്നാനപ്പെടുത്തിയാൽ പ്രിയമുള്ളവരെ, എങ്ങനെ നമുക്ക് വിശ്വാസം ഉണ്ടാകും? വിശ്വാസം ഉള്ളപ്പോൾ നമ്മൾ സ്നാനമെടുക്കുമ്പോൾ അതിനൊരു ഉറപ്പില്ലേ? ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാണ് ഞാൻ സ്നാനപ്പെട്ടത്. ബൈബിൾ അങ്ങനെയല്ലേ? വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർ രക്ഷിക്കപ്പെടും. ഈ യാഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് യേശുവിന്റെ ക്രൂശിത മരണം. പുതുമനുഷ്യൻ, പുതുക്കപ്പെടുന്ന ഒരു ജീവിതം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ആരാധന, അത് പുതിയതായി നമ്മൾ വേർതിരിയപ്പെടുന്ന യേശുക്രിസ്തുവിനെ മരിച്ച് അടക്കി
മൂന്നാം ദിവസം ഉയർക്കുന്നത് പോലെ നമ്മളും മരിച്ചടക്ക് ജീവന്റെ പുതുക്കത്തിൽ എഴുന്നേൽക്കേണ്ടതിന് പുതുക്കം പ്രാപിച്ച് ഈ ഒരു പുതുക്കത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ആരെങ്കിലും തൊടുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം മാറട്ടെ, അവരുടെ സാഹചര്യങ്ങളെ മാറട്ടെ, അവരുടെ കുടുംബവും സാഹചര്യങ്ങളും അത്ഭുതകരമായി ഇടപെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.